ദൈവം മനുഷ്യനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നീയാകുന്നു. ഈ പത്തനംതിട്ടയുടെ മണ്ണിൽ ഈ ഒരു പള്ളിമുറ്റത്ത് ഈ ഒരു കുറിയും തൊട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൗന്ദര്യവും സന്ദേശവും. വർഗീയത എന്ന് പറയുമ്പോൾ അതിനകത്തില് മതം ജാതി മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ അതിലോട്ട് ചേഞ്ച് ആവുക എന്നൊക്കെ അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ. 2025 MBBS, BAMS, BNYS തുടങ്ങിയ ഡോക്ടർ ലെവൽ കോഴ്സിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം, നീറ്റ് എക്സാമിന്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ മാസം 7-ാം തീയതി തൊട്ട് അടുത്ത മാസം 7-ാം തീയതി വരെയാണ് ടൈം. അതേപോലെ തന്നെ മെയിലായിരിക്കും എക്സാം. സോ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. നീറ്റിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. നീറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ എല്ലാ വർഷവും നീറ്റിന്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം കുറെ കുട്ടികൾ ഇതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ചിലർ അതിന് ശേഷം ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ഇതിന് പോകുന്നു, ചിലർ ക്രാക്ക് ചെയ്തിട്ട് പോകുന്നു. അപ്പൊ ഇതിനകത്തില് പല പ്രശ്നങ്ങളുണ്ട്. അതായത് എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്തില് പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരേ രീതിയിലുള്ളതായിരിക്കും കഴിവെന്ന് പറയുന്നത്. നമ്മൾ അതിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പക്ഷെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചിട്ടും ഈ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ സംവരണം കൊടുക്കുമ്പോൾ, റിസർവേഷൻ കൊടുക്കുമ്പോൾ പല കുട്ടികളും പിന്തള്ളപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കാശിന്റെ കാര്യത്തിലൊക്കെ, പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ അത്യാവശ്യം പുറമോട്ടുള്ള കുട്ടികൾക്ക് മുൻഗണന കിട്ടുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ തരത്തിലുള്ള റേസിസം എന്ന രീതിയിൽ ഒരു പക്ഷെ നമുക്ക് പറയാൻ പറ്റും. വർഗീയത എന്ന് പറയുമ്പോൾ അതിനകത്തില് മതം ജാതി മാത്രമല്ല, കളറുണ്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പറ്റി ജസ്റ്റ് അതുകൊണ്ടൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ, അതായത് ഈ 1-ലെ 2-ലെ ഒക്കെ പോകുമ്പോൾ, ആ പ്രായത്തിൽ നമ്മളെ കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പിന്നെ പോവില്ല. കാര്യം അത് മനസ്സിലങ്ങ് പതിയും. അങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി. അപ്പൊ നമ്മൾ ആ ടൈമില് കുട്ടികളോട് ഈ വണ്ണമുള്ളവരെ അതേപോലെ തന്നെ വണ്ണമില്ലാത്തവരെ അങ്ങനെ അൺഹെൽത്തി ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് മോശമാണെന്നും അല്ലെങ്കിൽ ബ്ലാക്ക് സൗന്ദര്യം ഇല്ലാത്തതാണെന്നും വൈറ്റ് മാത്രമാണ് സൗന്ദര്യമെന്നും പിന്നെ അതേപോലെ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ, ഞാനും പഠിച്ചാണ്, ഈ മനസ്സിൽ ഈ സാധനം ഇങ്ങനെ അങ്ങ് പതിഞ്ഞതിന് ശേഷം നമ്മൾ വലുതാകും തോറും ഇത് ആ രീതിയിലായിരിക്കും നമ്മൾ പിന്നെ ആൾക്കാരെ കാണുന്നത്. ബോഡി ഷെയ്മിങ് ഒക്കെ ഒരുപാട് പേരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിന്റെ യാഥാർത്ഥ്യങ്ങളും അത് ഇങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുത്തിയിട്ടുമുണ്ട്. ഒരിക്കലും ബോഡി ഷെയ്മിങ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇത് ഒരു സർട്ടൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു റേസിസം ആണ്. ഇത് കുട്ടികളുടെ മനസ്സിൽ അന്നേരമേ അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുന്നത്. പിന്നെ അതിനുശേഷം ആ ടൈമിൽ കുട്ടികൾ ഇപ്പം ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് തന്നെ വളരുന്നു. ആ ടൈമിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിലും പിള്ളേർ ആ രീതിയിലാണ് വളരുന്നത്. പക്ഷെ വളർന്ന് വലുതാകും തോറും പിന്നെ ഈ പല മേഖലയിലും ഇപ്പം വിവാഹം അങ്ങനെ ഓരോ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട ഇതിലോട്ട് എത്തുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള വേർതിരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ രീതിയിൽ മനുഷ്യനെ വർഗീയപരമായിട്ടും ഇപ്പൊ റിലീജിയനിൽ തന്നെ കാസ്റ്റിന്റെ ഇതായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കരമായ ഒരു മോശമായ സ്ഥിതിയിലോട്ടായാണ് നമ്മുടെ നാടിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീറ്റിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഈ കണ്ടന്റിലോട്ടൊക്കെ വന്നത്. നീറ്റിന്റെ കാര്യത്തിനകത്തില് ഇത്ര ശതമാനം റിസർവേഷൻ അത് ഇന്ന ആൾക്കാർക്ക്, അതൊരിക്കലും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുള്ളത് വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരു 10% താഴെ മാത്രമേ ഉള്ളൂ സാമ്പത്തികപരമായിട്ടുള്ള റിസർവേഷൻ കൊടുക്കുന്നത്. ബാക്കി എല്ലാം ഈ പറഞ്ഞ പോലെ കാസ്റ്റിനെ ഇത് വെച്ചിട്ടാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് അവരത്രയും എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടും അവരത്രയും മാർക്ക് വാങ്ങിച്ചിട്ടും 1-2 മാർക്കിന്റെ ഒരു പേരില് അവര് വീണ്ടും ഒരു വർഷം കൂടെ അതിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുക്കുന്നു. അതേ ടൈമില് കുറച്ച് മാർക്ക് വാങ്ങിച്ചിട്ട് ഈ പറയുന്ന കാസ്റ്റിന്റെ ഒക്കെ ഇത് വെച്ചിട്ട് കയറി പോകുന്ന കുട്ടികളുണ്ട്. അവർ കയറി പോയിക്കോട്ടെ, അതിനകത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പഠിച്ചിട്ടും
കയറിപ്പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് സംസാരിക്കണമല്ലോ. കാര്യം നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കെല്ലാം ദാരിദ്ര്യവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതിനൊക്കെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തോട്ടെ. പക്ഷെ സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്നവരെങ്കിലും അതിൽ നിന്നൊന്ന് ഒഴിവാക്കിയിട്ട് സാമ്പത്തികപരമായിട്ട് മോശമായിട്ടുള്ളവരെ കൺസിഡർ ചെയ്യാൻ കുറച്ചുകൂടെ നോക്കുക. അതേപോലെ ഈ എഫോർട്ട് എടുക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പരിഗണന കൊടുക്കാനും നോക്കുക. ഈ വർഗീയതയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലെ ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇതെന്റെ വണ്ടിയുടെ കീ ചെയിനാണ്. ഇതിൽ ആക്ച്വലി ഞാൻ ഒരു കുരിശുണ്ട്. ഈ കുരിശിന്റെ പുറകിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്. അതായത് ഞാൻ വണ്ടി എടുത്തത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത ടൈമില് നേരത്തെ യൂസ് ചെയ്ത് ഒരു അപ്പച്ചനായിരുന്നു. പുള്ളി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കീ ചെയിനോട് കൂടിയാണ്, അതായത് ഈ കുരിശോട് കൂടിയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കിട്ടിയത്. ആ ടൈമില് എനിക്ക് ഇത് മാറ്റാൻ തോന്നിയില്ല. കാര്യം ഒരു പുള്ളി അത്രയും വർഷമായിട്ട് കൊണ്ടു നടന്ന് പുള്ളി അതേ രീതിയിൽ കൊണ്ടു നടന്ന ഒരു വാഹനമാണ്. അതിനെ ഞാൻ റിസീവ് ചെയ്തപ്പം അതോടുകൂടി തന്നെ റിസീവ് ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞാനിത് ഇട്ടുകൊണ്ട് നടന്നപ്പോൾ പലരും, അതായത് ഞാൻ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ്, അതുകൊണ്ട് തന്നെ പലരും ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്ന ചില ടൈമില് ഇതിങ്ങനെ കൈ പിടിക്കുമ്പോൾ പലരും നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അന്നേരം ഒരു ചിരി വരും. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കാം. പക്ഷെ അത് വെച്ചിട്ട് ആരും എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനിത് ഇട്ടോണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഇടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ഒരു സ്വാതന്ത്ര്യത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില്, അതായത് കേരളത്തിന്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു പള്ളിയിൽ പോകാനാണെങ്കിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണമെങ്കിലോ ഒക്കെ ഏത് മതത്തിലുള്ളവർക്കും പോകാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇപ്പം ക്രിസ്തു മതത്തിനോട് അത്രയും അട്രാക്ഷൻ ആണോ, അല്ലെങ്കിൽ ഞാൻ അതിലോട്ട് ചേഞ്ച് ആവുക എന്നൊക്കെ അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ. അതായത് എന്റെ വണ്ടിയിൽ ഞാൻ ഒരു കുരിശിങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടും അല്ല, നമുക്ക് അതിനോടൊരു വിശ്വാസം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് എനിക്ക് എല്ലാ മതത്തിനോടും ഉണ്ട്. കാര്യം എല്ലാ മതവും പറയുന്നത് മറ്റുള്ള മതക്കാരെ സ്നേഹിക്കാനും എടുക്കാനുമാണ്. അത്രയും നല്ല സോഷ്യലായിട്ട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാതന്ത്ര്യമായിട്ടും ഇതൊരു സന്തോഷമായിട്ടും ഇത് ഏറ്റവും വലിയൊരു സന്ദേശമായിട്ടും ഞാൻ കാണുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവാനുമാണ്. നമ്മുടെ നാട്ടില് ഈ ജാതീയപരമായിട്ടും അതേപോലെ തന്നെ മതപരമായിട്ടും ഒക്കെ ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന ഫാക്ടേഴ്സ് പല രീതിയിൽ കൂടുന്നുണ്ട്. പലയിടത്തും പലരും ആക്രമിക്കപ്പെടുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാര് അത് മാത്രം കൺസിഡർ ചെയ്ത് ജീവിക്കുന്ന രീതിയിലോട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രവണത നമുക്ക് ഒഴിവാക്കണം. നമുക്ക് ഒരുമിച്ച്, എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള മതത്തിനെയോ ജാതിയോ വിശ്വാസങ്ങളെയോ ഒക്കെ ആ രീതിയിൽ തന്നെ പോവാനും, അതേപോലെ തന്നെ മറ്റുള്ളവരെ ഹാംഫുൾ ആയിട്ട് രീതിയിലൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് തന്നെ സന്തോഷത്തോടെ ഈ ഉള്ള കുറച്ച് ജീവിതം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അടിസ്ഥാനപരമായിട്ട് ഞാൻ വിദ്യാഭ്യാസത്തിൽ ആദ്യം തൊട്ടേ ഈ രീതിയിൽ, അതായത് കറുത്തത് വെളുത്തതെന്നൊക്കെ കാണിക്കുന്ന മോശം, അതേപോലെ തന്നെ വണ്ണത്തിനെയൊക്കെ അന്നേരെ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സംഭവം, ആ ഒരു സിലബസെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് എടുത്തു കളയുക. അത് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അൺഹെൽത്തി ആവുമെന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് വണ്ണം വെക്കുകയും അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് വണ്ണം വെക്കാതിരിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു പ്രവണത ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് ആ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതിനെയൊക്കെ ഫുഡ് കഴിച്ചത് കൊണ്ടാണ്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പഴയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പല ഇൻസിഡൻസ് എനിക്കറിയാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതൊക്കെ എന്തുകൊണ്ടാണ്? അത് നമ്മളിപ്പം വ്യായാമം ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ടാവും. നമ്മുടെ ആഹാര രീതി അതിന്റെ ഒരു പ്രശ്നമാണ്. ലൈഫ് സ്റ്റൈല് മാറിയതിന്റെ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുക. അങ്ങനെയുള്ള ബോഡി ഷേമിങ്ങും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. മുമ്പേ പറഞ്ഞ പോലെ സിലബസിൽ നിന്ന് ആ കാര്യങ്ങളും കട്ട് ചെയ്ത് കളയുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിപ്പിക്കുക. എല്ലാ മതങ്ങളിലെയും ആ ഒരു ആശയമാണ് സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവുക. സ്നേഹം മാത്രമാണ് എല്ലായിടത്തും നമ്മൾ കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മളെ വരും തലമുറയിലോട്ട് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ
വരും തലമുറ ഇത് കൂടുതൽ ദിശാബോധം ഇല്ലാത്ത രീതിയിൽ വർഗീയപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ലെവലിലോട്ട് എത്തും. അതുകൊണ്ട് ആ കാര്യം വളരെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നീറ്റിന്റെ എക്സാമിന്റെ കേസ് ഞാൻ പറഞ്ഞു. അതിനകത്തിൽ ആ ഒരു കൺസിഡറേഷൻ മാറ്റാൻ ഇതിപ്പോ അധികാരികളോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ അവർ തയ്യാറാവണം. അർഹതയുള്ള കുട്ടികൾക്ക് മുമ്പോട്ട് അവരുടെ കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് കൊടുക്കത്തക്കോണം. ഈ നീറ്റിന്റെ എക്സാം മാത്രമല്ല, മറ്റുള്ള PSC പോലുള്ള എല്ലാ എക്സാംസിലും എഫോർട്ട് എടുത്ത് മാർക്ക് നേടുന്നവരെ ഈ റിസർവേഷന്റെ പേരിൽ ഒഴിവാക്കാതിരിക്കുക. അർഹതയുള്ളവർക്ക് മാത്രം റിസർവേഷൻ കൊടുക്കുക. ഓരോ ഇൻഡിവിജ്വലി ആൾക്കാരെ ബൈ ബർത്ത് എന്നുള്ളത് മാത്രം നോക്കാതെ അവരുടെ ബാക്കിയുള്ള ജീവിത സാഹചര്യവും കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് അതിന്റെ ഒരു കരട് രൂപം തയ്യാറാക്കി മുമ്പോട്ട് പോകാൻ ഭരണകർത്താക്കളും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഈ ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പലരുടെയും ജീവിതത്തിൽ ചേഞ്ച് വരുത്താൻ പറ്റും. ദൈവം മനുഷ്യനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നീയാകുന്നു. 18 പടിയും കയറി നമ്മൾ ശ്രീ ധർമ്മശാസ്താവിന്റെ നടയിൽ, വാവരു സ്വാമിയോടൊപ്പം ഇരിക്കുന്ന ധർമ്മശാസ്താവിന്റെ നടയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു വാക്യം കാണാം, തത്വമസി. ആ തത്വമസിയുടെ അർത്ഥമാണ് ഞാൻ നീയാകുന്നു എന്നുള്ളത്. ഹിന്ദുമത കൺവെൻഷനും ക്രിസ്തുമത കൺവെൻഷനും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നടക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയുടെ മണ്ണിൽ ഈ ഒരു പള്ളിമുറ്റത്ത് ഈ ഒരു കുറിയും തൊട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൗന്ദര്യവും സന്ദേശവും. അതിൽ ഞാൻ ഏറ്റവും കൂടുതലും സന്തോഷിക്കുന്നുമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതം എപ്പോഴും ഞാനൊരു സന്ദേശമായിട്ട് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരെയും. അതായത് ഇങ്ങനെ വേണം, ഞാനൊരു വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ ചില പ്രവൃത്തിയോടുകൂടി ഇങ്ങനെയൊക്കെ കൺവേ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളത്. അതായത് ഈ ഒരുമിച്ച് കുറച്ചൊരു ജീവിതം, ചെറിയൊരു ജീവിതം, നമുക്കൊന്ന് കണ്ണടച്ച് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മരണം സംഭവിക്കാം. അത്രയ്ക്ക് ചെറിയൊരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ഒക്കെ വേർതിരിയാതിരിക്കുക. അവരവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ ജീവിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ വിശ്വാസം നമുക്ക് നല്ലതായിരിക്കട്ടെ, അതേപോലെ തന്നെ അവരുടെ വിശ്വാസം അവർക്ക് നല്ലതായിരിക്കട്ടെ. അങ്ങനെ തന്നെ വരട്ടെ. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അതേപോലെ തന്നെ നല്ലൊരു ജീവിതവും നേരട്ടെ. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തില് മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.